സലാം MLA അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആണ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ളത്. ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ട് റോഡിൽ. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ വന്ന് നിൽക്കുന്ന ഈ മനുഷ്യന്മാർ ഒരു കാഴ്ചയാണ്. VSനെ എത്രത്തോളം ആളുകൾ സ്നേഹിച്ചിരുന്നു എന്നത് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ മിനിയാന്ന് VSൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് കാത്തു നിൽക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ നേരത്തെ ശരണ്യ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ കണ്ണൂരിൽ നിന്ന് വന്നവർ, കോഴിക്കോട് നിന്ന് വന്നവർ, പാലക്കാട് നിന്ന് വന്നവർ, അങ്ങനെ ഒരു സ്ഥലമെന്നില്ല. VSനെ ഒന്ന് അവസാനമായി കാണണം. അത് കണ്ടില്ലെങ്കിൽ ഒരു വിഷമമായി അവശേഷിക്കും. 102 വയസ്സുള്ളൊരു മനുഷ്യനാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിത വിയോഗമല്ല VSനെ സംബന്ധിച്ച്. അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് പൊതുവേദികളിൽ നിന്ന് അകന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 6 വർഷത്തോളമായി അദ്ദേഹത്തെ നമ്മൾ പൊതുവേദികളിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായി 29 ദിവസം അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. അപ്പോഴൊക്കെയും അറിയാം VSൻ്റെ ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പമാവില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും VSൻ്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുന്ന, തൊണ്ടയിടറി മാത്രം സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. അത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ആ മനുഷ്യൻ എത്രത്തോളം ആഴത്തിൽ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. സാധാരണക്കാരുടെ, ആരോരുമില്ലാത്തവരുടെ, ആലംബഹീനരുടെയൊക്കെ ഹൃദയത്തിൽ VS എന്ന കാവലാൾ എത്രത്തോളം ശക്തമായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിൻ്റെ ആ കാഴ്ചയുടെ ഏറ്റവും പാരമ്യമാണ് നമ്മൾ ഇനി ആലപ്പുഴയിലെത്തുമ്പോൾ കാണാൻ പോകുന്നത്. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്നു. അദ്ദേഹം ഒരു തൊഴിലാളി സംഘടനാ നേതാവ് എന്ന നിലയിലേക്ക് ഉയർന്നത്, ഏറ്റവും ദാരിദ്ര്യത്തിൽ വളർന്ന 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ആ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് VS എന്ന 2 അക്ഷരത്തിലേക്ക്, സഖാവ് VS എന്ന ആ പേരിലേക്ക് VS വളർന്നത് ആലപ്പുഴയിലൂടെയാണ്. ആ ആലപ്പുഴയിൽ VSൻ്റെ കാലുപതിയാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും. ആ മണ്ണിലൂടെയാണ് ഇപ്പോൾ VSനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. നോക്കൂ, ആ റോഡ് പണി നടക്കുന്ന സ്ഥലം, അവിടെ വലിയ ബുദ്ധിമുട്ടാണ് നിൽക്കാൻ പോലും. എന്നിട്ടും തിങ്ങി നിറഞ്ഞ ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആലപ്പുഴ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന നേതാവ്. 102 വയസ്സ്, ഒരു നൂറ്റാണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ, ഈ നാടിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ നാടിൻ്റെ ചരിത്രത്തിനൊപ്പം VS എന്ന 2 അക്ഷരം കൂടി ഏത് കാലത്തും ചേർത്ത് വെച്ചിരുന്നു. ആ 75 വർഷത്തോളം നീണ്ട രാഷ്ട്രീയ ജീവിതം എന്നത് ഇനി മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ ചരിത്രമാണ്. 75 വർഷം അദ്ദേഹം സജീവമായി തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. 82-ാം വയസ്സിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി, പിന്നീട് ഒരു ടേമിൽ കൂടി പ്രതിപക്ഷ നേതാവായി. ആ പ്രായത്തിലും അദ്ദേഹം കുന്നും മലയും കയറി ആവശ്യമുള്ള ആളുകൾക്കരികിലേക്ക് എത്തി. തന്നെ ആവശ്യമുള്ള ആളുകളിലേക്ക്, നീതി ആവശ്യമുള്ള ആളുകൾക്കരികിലേക്ക് അദ്ദേഹം ആ പ്രായത്തിലും എത്തി. അതിന് പ്രായമോ ഒന്നും അദ്ദേഹത്തിനൊരു തടസ്സമേ ആയില്ല. അത്ര ഉറച്ച ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം, അതോടൊപ്പം അദ്ദേഹം പിന്തുടർന്നു വന്ന ജീവിത ശൈലി, അതെല്ലാം അദ്ദേഹത്തെ പ്രായം തളർത്തുന്ന പോരാളി എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ പ്രായത്തെ പുച്ഛിച്ചു തള്ളിയ ഒരു പോരാളിയാക്കി മാറ്റി. ഈ അവസാന സമയത്ത് പോലും, ഈ 29 ദിവസം ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും കടുത്ത ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പ്രായത്തിൽ അങ്ങനെ ഒരാൾക്ക് ജീവൻ നിലനിർത്തുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മെഡിക്കൽ സയൻസിന് അറിയാം. പക്ഷേ അപ്പോഴും അദ്ദേഹം പൊരുതുന്നുണ്ടായിരുന്നു. വെന്റിലേറ്റർ സഹായത്തിൽ നിൽക്കുമ്പോഴും ഡയാലിസിസ് ചെയ്യുമ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ പിന്നെയും അദ്ദേഹത്തിന് അതേ ചികിത്സ തുടരാൻ ആശുപത്രിയിൽ തീരുമാനിക്കുകയായിരുന്നു. ഒടുവിൽ 29 ദിവസം അദ്ദേഹം മരണത്തെപ്പോലും വെല്ലുവിളിച്ച് ആ ആശുപത്രിയിൽ ICU മുറിയിൽ കഴിഞ്ഞു. അതിനൊടുവിലാണ് മിനിയാന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം നിയന്ത്രണാതീതമായി താഴ്ന്നതും പിന്നീട് മരണം സംഭവിക്കുന്നു. ജനനം മുതൽ ഒരു പോരാളിയായിരുന്നു. മരണത്തോട് വരെ ആ പോരാട്ടം തുടർന്നു. രാഷ്ട്രീയ ജീവിതത്തിലാകെ ആ പോരാളി അതേപടി തന്നെ തുടർന്നു എന്ന് പറയുന്നത് ഇനി ഈ നാടിന് അങ്ങനെ ഒരു പോരാളിയെക്കുറിച്ച് പറയാൻ കഴിയുമോ എന്നത് അത്ഭുതമാണ്. പ്രായത്തെ, ദൈർഘ്യത്തെയൊക്കെ വെല്ലുവിളിച്ച ആ പോരാളിയാണ് ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണിലേക്ക് മടങ്ങിയെത്തുന്നത്.
ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് തുടങ്ങിയതാണ്. അതിനിടയിൽ അദ്ദേഹം നേരിട്ട ക്രൂരമായ പീഡനങ്ങൾക്ക് കണക്കില്ല. നേരത്തെ ശരണ്യ സൂചിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ജയിലിൽ ഈ സഹോദരൻ കാണാൻ ചെന്നപ്പോൾ കാലുകൾ പഴുത്ത് കാലുകൾ നിലത്തൂന്നാൻ കഴിയാതെ കിടന്ന ആ സഹോദരനെ കണ്ട് കുഴഞ്ഞു വീണ ജ്യേഷ്ഠനെ കുറിച്ച് ആഴിക്കുട്ടി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആ സഹോദരനെ വലിച്ചു നീക്കുന്നത് ജയിലഴിക്ക് ഉള്ളിൽ നിന്ന് VS കണ്ടു എന്ന് പിന്നീട് VS പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ പോരാട്ടത്തിൻ്റെ വീഥികളിലൂടെ കടന്നു വന്ന VS പിന്നീട് അദ്ദേഹത്തെ പറ്റി പലപ്പോഴും എതിരഭിപ്രായങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് വെട്ടിനിരത്തലിൻ്റെ കൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വയം നവീകരിക്കാൻ VSന് ഒരു കഴിവുണ്ടായിരുന്നു. ആ കഴിവ് ഒരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രകടമായി തന്നെ കാണിച്ചു. പാവപ്പെട്ടവർക്ക് എപ്പോഴും ഒരു കാവലാളായി അവർക്ക് ആശ്രയിക്കാനുള്ള ഒരു നാഥനായി VS നിലനിന്നു എന്ന് പറയുന്നത് ഒരത്ഭുതമാണ്. ആ പ്രായത്തിലും അദ്ദേഹം ഓടിയെത്തി, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓടിയെത്തി. അത് ഏറ്റവും ചെറിയ സമരമായാലും VS വരുന്നതോടുകൂടി ആ സമരത്തിൻ്റെ മുഖം മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പൊമ്പിള ഒരുമൈ സമരമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ വേദിയിലെത്തി തോട്ടം തൊഴിലാളികളായ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് VS അവിടെ ചെന്നതോടുകൂടി ആ സമരത്തിൻ്റെ മുഖം മാറുന്നു, ആ ഭാവം മാറുന്നു എന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ എവിടെയൊക്കെ എത്താമോ അവിടെയൊക്കെ എത്തിയ VS തിരികെ ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. കിരൺ തുടരുന്നുണ്ട്. കിരൺ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര മടങ്ങിയെത്തുമ്പോൾ ആലപ്പുഴയിലെ സാധാരണക്കാർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹമുണ്ട്, ദൂരെയാണെങ്കിലും അദ്ദേഹമുണ്ട് എന്ന ഒരൊറ്റ വിശ്വാസത്തിൽ, ഒരൊറ്റ ധൈര്യത്തിൽ ഈ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന ആളുകൾ അവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ വേലിക്കകത്ത് വീട്ടിൽ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ തിരക്കാണ്. ഇപ്പോൾ ഈ ഹൈവേയിലൂടെ വരുന്ന യാത്ര അല്പം കൂടി വേഗതയിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. ഇനി എത്ര പോയിന്റുകൾ ബാക്കിയുണ്ട്?